ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനകത്തെ പ്രവർത്തനത്തിനും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ ഏത് ആറ്റിറ്റ്യൂഡിലാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇനി ഏത് കാര്യത്തിനായാലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ആഗ്രഹങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ എന്തുകൊണ്ട് കൂടുതൽ ആൾക്കാർ വ്യത്യസ്തമായ രീതികൾ ഇഷ്ടപ്പെടുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലേ അവർക്കൊരു സംതൃപ്തിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ചില കാരണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പല മെത്തേഡുകളുണ്ടല്ലോ. മുകളിൽ കയറി ചെയ്യുന്ന രീതിയുണ്ട്, ഡോഗി പോസ് ഉണ്ട്, അതിനകത്ത് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ചിലർക്ക് ഫേസ് ടു ഫേസ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, എന്നാൽ അതിന് താല്പര്യമില്ലാത്തവരും ഉണ്ട്. ഏത് കാര്യമാണെങ്കിലും അത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ഒരു പക്ഷേ ആ കഴിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരാൾ പാട്ട് പാടുന്ന പോലെ ഡാൻസ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിക്ക് താല്പര്യമുള്ള മെത്തേഡായിരിക്കത്തില്ല മറ്റൊരു വ്യക്തിക്ക് താല്പര്യമുള്ളത്. പക്ഷേ ഏതൊരു മെത്തേഡ് നമ്മൾ എടുത്താലും അതിനകത്ത് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം നമുക്ക് ഏത് കാര്യമാണെങ്കിലും അത് ചെയ്യണമെന്ന് കൂടുതൽ ആഗ്രഹം തോന്നുന്നത് എന്താ? നമ്മളതിനെക്കുറിച്ച് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആഗ്രഹങ്ങൾ, ഫാൻറ്റസികൾ മനസ്സിലിങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തവർ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സങ്കല്പിക്കുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ കൂടുതൽ മുൻവിധിയൊന്നുമില്ലാതെ പെർഫെക്ഷനൊന്നും നോക്കാതെ ഇതിനെ സമീപിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫാൻറ്റസി കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ ഭാവന കാണുന്ന രീതി പോലെ ആയിരിക്കത്തില്ല യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഓവർ കോൺഷ്യസ് ആവും, ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എന്നാൽ അതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മൾ ഏത് മെത്തേഡ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴും അവിടെ നമ്മൾ പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ പെർഫെക്ഷൻ സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസിൽ കൂടെ ഉണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ പങ്കാളികളെ സംബന്ധിച്ച് ഏത് രീതി ചെയ്യണമെങ്കിലും അവർക്കതിനകത്തൊരാഗ്രഹം വേണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ വീണ്ടും അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ത്രില്ലോടുകൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ സമയത്ത് ചെയ്യുന്ന ഏത് കാര്യവും നമ്മുടെ ബ്രെയിൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചുള്ള ഹോർമോണുകളും ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ടല്ലോ, അതിന് ലൈംഗികതയെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ ചിലർക്കാണെങ്കിൽ മുഖം കൊണ്ട് ചെയ്യുന്ന രീതിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പങ്കാളിയോട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് വൃത്തിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുപോലെ ഇത് ചെയ്യുന്ന ആളിൻ്റെ ആറ്റിറ്റ്യൂഡും ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ ആറ്റിറ്റ്യൂഡും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു രസം എന്താണ്? നമ്മളിപ്പോൾ ഒരു കാര്യം സാധാരണ പോലെ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേക വലിയ ആകാംക്ഷയൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടു കൂട്ടരും ഈ സമയത്തൊരു ഫാൻറ്റസി വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് നമുക്കൊരു പ്രത്യേക മൂഡുണ്ടാക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതിനകത്ത് 3 or 4 മെത്തേഡ് ചെയ്താലും അതിനകത്തെ ഒരു രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടും പേഴ്സണാലിറ്റിയായിട്ടും മൊത്തത്തിലുള്ള നമ്മുടെ പ്രകൃതമായിട്ടും ഒക്കെ ഒരു ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യമാണെങ്കിലും അത് സ്വയം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു സന്തോഷം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. ഇപ്പം നമ്മൾ സ്വയം ഇഷ്ടപ്പെട്ട് നല്ല വിശപ്പോടുകൂടി ഒരു ഭക്ഷണം കഴിക്കുന്നതും അതല്ല ഫോർമാലിറ്റിക്ക് വേണ്ടി കഴിക്കുന്നതും രണ്ടും രണ്ടല്ലേ. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും തുടക്കത്തിലെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആസ്വദിച്ച് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.